ബാബ, യഥാർത്ഥ തോണിക്കാരൻ, തോണിയെ മാത്രമല്ല അക്കരെ എത്തിച്ചത്. ഈ പഴയ ലോകത്തിൻ്റെ തീരത്തുനിന്ന് കുട്ടികളെയും പഠിപ്പിച്ചു മാസ്റ്റർ തോണിക്കാരന്മാരാകുന്നതിന് വേണ്ടി. അങ്ങനെ സ്വന്തം സഹോദരങ്ങൾക്ക് നന്മകൾ ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ സേവനനിരതരായ കുട്ടികൾക്ക് ബാബ അയച്ച അവസാന കത്തുകളിലൊന്നിൽ അനേകം ആത്മാക്കളുടെ മനസ്സിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ചില വിഷയങ്ങൾ ഈ ആത്മീയ അറിവിലുണ്ട് എന്ന് ബാബ സൂചിപ്പിച്ചു. അത്തരം വിഷയങ്ങളാണ് ഭഗവത്ഗീതയുടെ യഥാർത്ഥ പ്രഭാഷകൻ ആരാണ്, പരമമായ വാസസ്ഥലത്ത് ദൈവം വസിക്കുന്നുണ്ടോ, അതോ അവൻ സർവവ്യാപിയാണോ, ദൈവം എല്ലാ യുഗത്തിലും ഇറങ്ങി വരുന്നുണ്ടോ, അതോ കാലചക്രത്തിൻ്റെ അവസാനത്തിലാണോ, മനസ്സ്, ബുദ്ധി എന്നിവ ആത്മാവിൻ്റെ ഭാഗമാണോ അതോ ശരീരത്തിൻ്റെ ഭാഗമാണോ, ആത്മാവ് പരമാത്മാവ് ആണ് എന്ന വിശ്വാസം സത്യമാണോ, അതോ ആത്മാവും പരമാത്മാവും തികച്ചും വേറിട്ടതാണോ? ബാബ എല്ലാ കുട്ടികളോടും ഈ വിഷയങ്ങളെക്കുറിച്ച് മനനം ചെയ്യാനും അതേക്കുറിച്ച് മറ്റുള്ളവർക്ക് വിശദീകരിക്കുമ്പോൾ യുക്തിയുക്തമായിരിക്കുന്നതിനും ഭയരഹിതരായി നിലകൊള്ളുന്നതിനും ആവശ്യപ്പെട്ടു. ബാബ എപ്പോഴും പറയുമായിരുന്നു, ഭാവിയിൽ ഒരാത്മാവും ഞങ്ങൾക്ക് യജ്ഞത്തിലേക്ക് ക്ഷണം ലഭിച്ചില്ല എന്ന പരാതിയുമായി നമ്മെ സമീപിക്കരുത്. അത് 1968 ഡിസംബറിലെ ഒരു സമയമായിരുന്നു. അക്കാലത്ത് മധുബനിൽ വളരെ ഉയർന്നതും നിശബ്ദവുമായ അന്തരീക്ഷം എപ്പോഴും നിലനിൽക്കുമായിരുന്നു. വളരെ കുറച്ച് സഹോദരങ്ങൾ മാത്രമേ മധുബനിൽ താമസിച്ചിരുന്നുള്ളൂ. പാണ്ഡവ് ഭവൻ്റെ വടക്കു പടിഞ്ഞാറൻ ദിശയിലുള്ള അധ്യാപക പരിശീലന കേന്ദ്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു അന്ന് ബ്രഹ്മബാബ. ആത്മാക്കളെ ദൈവികമായ ലഹരിയിൽ ഉയർന്ന നിലനിർത്താൻ പാകത്തിന് ഉചിതമായ പേരുകൾ ബാബ ഓരോ കെട്ടിടത്തിനും നൽകാറുണ്ടായിരുന്നു. ബാബ ഒരു കെട്ടിടത്തിന് ഹവായ് മഹൽ എന്ന പേരാണ് ഇട്ടത്. മറ്റൊരു സ്ഥലത്ത് ഇന്ദ്രപ്രസ്ഥം എന്ന പേരിട്ടു. നിയമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്ഥലം എന്ന രീതിയിലാണ് ആ പേര് അതിന് ലഭിച്ചത്. ബാബ ആ സമയത്ത് മൻമോഹിനി ദീദിയെ ഡൽഹിയിലേക്ക് അയച്ചു. ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ നിർദ്ദേശിച്ചു. മറുവശത്ത് ബാബ മധുബനിൽ താമസിക്കാൻ വേണ്ടി ദാദി പ്രകാശ് മണിയെ മുംബൈയിൽ നിന്നും വിളിച്ചിരുന്നു. നമുക്ക് ആ ദിവസങ്ങളിൽ ബാബയോടൊപ്പമുള്ള ദാദിയുടെ അനുഭവങ്ങൾ കേൾക്കാം. ദാദിജി പറയുന്നു, 1968 ഡിസംബറിൽ മുംബൈയിൽ നിന്നുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളോടൊപ്പമാണ് ഞാൻ ബാബയെ കാണുന്നതിന് വേണ്ടി പാണ്ഡവ് ഭവനിൽ താമസിക്കാൻ വന്നത്. മൻമോഹിനി ദീദിയെ ഡൽഹിയിലേക്ക് അയച്ചതുകൊണ്ട് ബാബ എന്നോട് മധുബനിൽ കുറച്ചു ദിവസം കൂടി താമസിക്കുവാൻ നിർദ്ദേശിച്ചു. ആ കുറച്ചു ദിവസങ്ങളിൽ ബാബ
എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഉദാഹരണത്തിന്, ബാബ മറ്റ് കുട്ടികളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ കുറച്ചു വാക്കുകൾ മാത്രം പറയുകയും അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുകയും ചെയ്യുമായിരുന്നു. അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ കണ്ടു ബാബ വളരെ വേറിട്ടതായി ഇരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ തോന്നി, ബ്രഹ്മബാബയും ശിവബാബയും ഒന്നാകുന്നത് പോലെ. ആ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ബാബ എങ്ങനെ പുതിയ കുട്ടികൾക്ക് അനുഭവം നൽകാമെന്ന് എന്നെ പഠിപ്പിച്ചു. യജ്ഞത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം, കുട്ടികളുടെ ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് ശ്രദ്ധ നിലനിർത്തേണ്ടത്, ശിവബാബയുടെ എല്ലാ കുട്ടികളും യജ്ഞത്തിൽ സംതൃപ്തരാണ് എന്ന് എങ്ങനെ ഉറപ്പാക്കാം. ആ ദിവസങ്ങളിൽ ഞാൻ ബാബയിൽ നിന്ന് 2 പ്രത്യേക ഗുണങ്ങൾ പഠിച്ചു. ബാബയുടെ ജീവിത രീതി കണ്ടുകൊണ്ട് ഞാൻ ആത്മീയമായ ദയയും രാജകീയമായ മര്യാദയും എങ്ങനെയെന്ന് കണ്ടു. ബാബ എന്നെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ധാരാളം അനുഗ്രഹങ്ങൾ നൽകി എന്നെ നിറയ്ക്കുകയും ചെയ്തു. ഒരു ദിവസം ഞാനും ബാബയും ഇരുന്നു കൊണ്ട് ആത്മീയ ചിറ്റ്ചാറ്റ് നടത്തുകയായിരുന്നു. ബാബ എന്നെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചു, കുമാരക, ബാബ പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ യജ്ഞത്തിനെ സ്വന്തമായി പരിപാലിക്കാൻ താങ്കൾ തയ്യാറാണെന്ന് കരുതുന്നുണ്ടോ? ബാബയുടെ വാക്കുകൾ കേട്ട് ഉടനെ ഞാൻ മറുപടി പറഞ്ഞു, ഹാജി ബാബ, എന്തുകൊണ്ടില്ല? ഈ 2 വാക്കുകൾ കേട്ട് ബാബ സംതൃപ്തിയോടെ പുഞ്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഈ ചോദ്യത്തിലൂടെ ബാബ എന്നെ പരീക്ഷിക്കുകയാണ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നാടകമനുസരിച്ച് ബാബ യജ്ഞത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിനായി എന്നെ ശരിക്കും ഒരുക്കുകയായിരുന്നു. ബാബ എന്നിൽ വളരെയധികം വിശ്വാസമർപ്പിച്ചു. ഈ കുട്ടി എൻ്റെ 1-ാം നമ്പർ കുട്ടിയാണെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞു. അവൾ ബാബയോട് വളരെ അനുസരണയുള്ളവളാണ്. അവൾ തികച്ചും പരിശുദ്ധയായ കുമാരിയാണ്. അവൾ എൻ്റെ വലിയ നദിയാണ്. എനിക്കും ബാബയോട് വളരെ സ്നേഹമായിരുന്നു. ബാബയുടെ ശ്രീമത്തനുസരിച്ച് ഓരോ ചുവടും എടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു എനിക്ക്. ഒരിക്കലും ഞാൻ ഒരു കാര്യവും ബാബയിൽ നിന്നും മറച്ചു വച്ചിട്ടില്ല. എനിക്ക് എപ്പോഴും തീക്ഷ്ണമായ ഈ തോന്നലുണ്ടാകാറുണ്ട്, ഞാൻ ബാബയുടെ പ്രത്യാശയുടെ കത്തിച്ചുവെച്ച ദീപമാണ് എന്ന്. बारंबार करे प्रणाम आदि पिता प्रजापिता ब्रह्मा बाबा सृष्टि के सृजनहार जग के पालनहार.